കേരളത്തിലെ നിർമ്മാണ മേഖലയ്ക്ക് 8ന്റെ പണി കിട്ടി. പാറ, മെറ്റൽ, എംസാൻഡ്, പാറപ്പൊടി എന്നിവയ്ക്കെല്ലാം അതിരൂക്ഷമായ വിലക്കയറ്റവും ക്ഷാമവും. കരിങ്കല്ലിനും പൊള്ളുന്ന വിലയാണ് ഈടാക്കുന്നത്. തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിർമ്മാണ സാമഗ്രികളുടെ കയറ്റുമതി നിയന്ത്രണമാണ് ഇതിന് പ്രധാന കാരണം. നിലവിലെ സ്ഥിതി തുടർന്നാൽ നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിക്കുമെന്നാണ് കരാറുകാരുടെ മുന്നറിയിപ്പ്. തമിഴ്നാടിന്റെ അപ്രതീക്ഷിത വിലക്ക് അല്ല 8ന്റെ പണി. മലയാളികൾ പൊറുതിമുട്ടുന്നു. വീട് നിർമ്മാണം വെറും സ്വപ്നമാകുന്ന സാഹചര്യം. കേരളത്തിലെ നിർമ്മാണ മേഖലയ്ക്ക് വലിയ തരത്തിലുള്ള പണി കിട്ടിയിരിക്കുന്നു. പാറ, മെറ്റൽ, എംസാൻഡ്, പാറപ്പൊടി എന്നിവയ്ക്കെല്ലാം അതിരൂക്ഷമായ വിലക്കയറ്റവും ക്ഷാമവും. കരിങ്കല്ലിനും സിമന്റിനും പൊള്ളുന്ന വിലയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ചാക്ക് സിമന്റിന് വില 480 രൂപ, 1 കിലോ TMT കമ്പിക്ക് 85 രൂപ. സാധന വില കുതിക്കുകയാണ്. അപ്പോൾ നിർമ്മാണ മേഖലയെല്ലാം താറുമാറായി. തമിഴ്നാട് കേരളത്തിലേക്ക് നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നത് വിലക്കിയതാണ് വലിയൊരു തിരിച്ചടിയായി ഇപ്പോൾ ഉള്ളത്. തമിഴ്നാടിന്റെ വിലക്ക് ആഭ്യന്തര വികസനത്തിന്റെ പേരിലാണ്. പക്ഷെ പെട്ടുപോയിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളും. ജൂലൈ അവസാനം തുടങ്ങിയ വിലക്ക് 3 മാസമാണ് തുടരുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള പാറക്കല്ല്, എംസാൻഡ്, മെറ്റൽ, സ്റ്റോൺ, റോഡ് നിർമ്മാണ വസ്തുക്കൾ തുടങ്ങിയവയുടെ വരവെല്ലാം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. വിവിധ കമ്പനികളുടെ സിമന്റുകൾക്കാകട്ടെ 10 മുതൽ 15 രൂപ വരെയാണ് ഇപ്പോൾ കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നത്. മലബാർ സിമന്റിന്റെ മൊത്ത വ്യാപാര നിരക്ക് ചാക്കിന് 300 രൂപ കൂടി. ചില്ലറ വിപണിയിലെത്തുമ്പോൾ ഇത് 350 രൂപയാകും. കഴിഞ്ഞ ദിവസം 5 രൂപ വരെ കൂടിയിരുന്നു. അങ്ങനെ എല്ലാത്തിനും വലിയ തോതിലാണ് വില കൂടിയിരിക്കുന്നത്. വീട് നിർമ്മാണം ഇതോടെ സ്വപ്നമാകുമെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം കമ്പിക്കും കരിങ്കല്ലിനും പൊള്ളുന്ന വിലയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ പാറ ഉൽപ്പന്നങ്ങൾക്ക് അതിരൂക്ഷമായ ക്ഷാമവും വിലക്കയറ്റവും ഉണ്ടായിട്ടുണ്ട്. 1.5 മാസത്തിനിടെ എംസാൻഡിനും മെറ്റലിനുമെല്ലാം പലതവണയായി വിലവർധനവാണ് രേഖപ്പെടുത്തുന്നത്. ഈ വിലക്കയറ്റവും പാറക്ഷാമവും കേരളത്തിലെ വിവിധ മേഖലകളിലെ ബാധിച്ചു തുടങ്ങി. ദേശീയപാത 66ന്റെ നവീകരണം, വിഴിഞ്ഞം തുറമുഖ വികസനം, റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം, റെയിൽവേ പാതകളുടെ ഇരട്ടിപ്പിക്കൽ തുടങ്ങിയവയെല്ലാം പ്രതിസന്ധിയിലായി കഴിഞ്ഞു. പ്രത്യേകിച്ച് ചെറുകിട വീട് നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ള സാധാരണ കരാറുകാരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കരാറു വ്യക്തികൾ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യുമെന്നുള്ള ആശങ്കയിലാണ്. സാധാരണയായി ദേശീയപാത നിർമ്മാണത്തിനുള്ള കരിങ്കല്ലും മെറ്റലുകളുമെല്ലാം പ്രധാനമായും എത്തിച്ചിരുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി എന്നീ അതിർത്തി ജില്ലകളിലെ ക്വാറികളിൽ നിന്നാണ്. എന്നാൽ ഇപ്പോൾ ആഭ്യന്തര വികസന ആവശ്യങ്ങൾക്കുള്ള ക്ഷാമം പരിഹരിക്കാനും അമിതഭാരം കയറ്റിയ ലോറികൾ മൂലം റോഡുകൾ തകരുന്നത് തടയാനുമാണ് തമിഴ്നാട് സർക്കാരിന്റെ പുതിയ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഈ ഒരു കയറ്റുമതി നിയന്ത്രണം തിരിച്ചടിയായിരിക്കുന്നത് കേരളത്തിനാണ്. കേരളത്തിൽ നിലവിൽ 500-ൽ താഴെ മാത്രം ക്വാറികളാണ് പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ ഉൽപാദനം കൊണ്ട് സംസ്ഥാനത്തിന്റെ മൊത്തം ആവശ്യത്തിന്റെ പകുതി പോലും പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതിനാൽ സർക്കാരും ഉദ്യോഗസ്ഥരും ഉടൻ തന്നെ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ കേരളത്തിലെ നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിക്കും. ഇത് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.